അതുകൊണ്ട് എനിക്ക് ശുദ്ധമായ മത്സ്യം കൊടുക്കാൻ കഴിയുന്നുണ്ട്. കസ്റ്റമർ കൂടുതലും വരുന്നുണ്ട്. വരാൽ കൃഷി നമ്മൾ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ലാഭകരമാണ്. പിന്നെ നമ്മൾക്ക് pH നോക്കേണ്ട കാര്യമില്ല, അമോണിയ നോക്കേണ്ട കാര്യമില്ല. 5, 6, 7 മാസത്തോടു കൂടി നമുക്ക് വിളവെടുപ്പ് പൂർണ്ണമാക്കി എടുക്കാൻ കഴിയും. ജൈവ രീതിയിലുള്ള മത്സ്യകൃഷിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫിഷറീസിൻ്റെ നിർദ്ദേശപ്രകാരം സുഭിക്ഷ കേരളം പദ്ധതിയിലാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായൊരു മീൻ കൃഷിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. തനി നാടൻ വരാല് വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്ത് വരെയാണ്. രവീന്ദ്രൻ എന്ന ചേട്ടനാണ് ഇവിടെ കൃഷി ചെയ്യണത്. നല്ല തനി നാടൻ വരാല് നമുക്ക് വാങ്ങാം. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ രവീന്ദ്രൻ ചേട്ടൻ്റെ ഈ മത്സ്യകൃഷി ചെയ്യുന്ന ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള മീൻ ആവശ്യമുള്ള സൈസിന് നമുക്ക് ഇവിടെ നിന്ന് അദ്ദേഹം പിടിച്ചു തരും. അതിനപ്പുറം നമുക്ക് വരാൽ കൃഷി നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ, അതായത് മീൻ കൃഷി നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് രവീന്ദ്രൻ ചേട്ടൻ്റെ അടുത്ത് വരാം. നിങ്ങളെ എല്ലാ രീതിയിലും രവീന്ദ്രൻ ചേട്ടൻ നിങ്ങളെ സഹായിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് രവീന്ദ്രൻ ചേട്ടൻ്റെ ഈ മീൻ കൃഷി ചെയ്യുന്ന ഈ സ്ഥലമൊക്കെ നമുക്കൊന്ന് കാണാം. ഏകദേശം 5 വർഷമായിട്ടാണ് രവീന്ദ്രൻ ചേട്ടൻ ഇവിടെ മത്സ്യകൃഷി ചെയ്തു വരുന്നത്. ഞാൻ ഒരു പ്രവാസിയായിരുന്നു. 20 വർഷക്കാലത്തോളം പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വന്നിട്ട് ഇപ്പം 10 വർഷത്തോളായി. 5 വർഷമായി ഇപ്പം മത്സ്യകൃഷിയിലെ മേഖലയിലേക്ക് തിരിഞ്ഞു. തിലാപ്പിയ, വാസമള എന്നിവയായിരുന്നു ആദ്യം ചെയ്തത്. ഇപ്പൊ ചെയ്യുന്ന വരാൽ കൃഷിയാണ്. നല്ല നാടൻ വരാലാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരള സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ നിയന്ത്രണത്തിലും അവരുടെ നിർദ്ദേശത്തിലുമാണ് രവീന്ദ്രൻ ചേട്ടൻ ഇവിടെ വരാൽ കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ശുദ്ധമായ നല്ല സൂപ്പർ വരാല് ന്യായമായ വിലയ്ക്ക് രവീന്ദ്രൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റും. ഫിഷറീസിന്റെ നിർദ്ദേശപ്രകാരമുള്ള മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ശുദ്ധമായ മത്സ്യം കൊടുക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ആ കസ്റ്റമർ കൂടുതലും വരുന്നുണ്ട്. താൻ ജൈവ രീതിയിലുള്ള മത്സ്യകൃഷിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫിഷറീസിന്റെ നിർദ്ദേശപ്രകാരം സുഭിക്ഷ കേരളം പദ്ധതിയിലാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മീൻ വാങ്ങാൻ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള മീന് നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ പിടിച്ചിരുന്ന രീതിയാണ് ഇവിടെ ഉള്ളത്. കസ്റ്റമർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരുടെ ചോയ്സിന് അവരുടെ ഇഷ്ടപ്രകാരമുള്ളത്, ചെറുതാണെങ്കിൽ ചെറുത്, വലുതാണെങ്കിൽ വലുത്, പിന്നെ വരാലാണെങ്കിൽ വരാല്, വേറെ വെറൈറ്റീസ് ആണെങ്കിൽ അത്, ഏതാണെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പെട്ടെന്ന് തന്നെ അധികം വൈകാതെ അവർക്ക് ഇഷ്ടപ്പെട്ട മത്സ്യം പിടിച്ചു കൊടുത്ത് വിടുന്ന ഒരു രീതിയാണ് ഇപ്പം ഞാൻ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. 3 ചെറിയ സൈഡ് ടാങ്കുകളിലും പിന്നെ ഒരു പടുതാക്കുളത്തിലുമായിട്ടാണ് രവീന്ദ്രൻ ചേട്ടനൂടെ വരാൽ കൃഷി ചെയ്യുന്നത്. വരാലാണ് കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ വരാൽ കൃഷിയിലേക്ക് തിരിഞ്ഞത്. 53 സെൻറ്റോളം ഉണ്ട് എൻ്റെ ഈ കോമ്പൗണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു 5 സെൻറ്റിലുള്ള ഒരു കുളമാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൂടാതെ 3 സൈഡ് ടാങ്കുകളുണ്ട്. അതിനകത്ത് കുഞ്ഞുങ്ങളും അസോള, ഒരു ടാങ്കിൽ അസോള വളർത്തുന്നു, മറ്റേതിൽ പിടിച്ചിടാനുള്ള സൗകര്യത്തിന് ഒരു ടാങ്ക്, അങ്ങനെ 3 ടാങ്കുകളുണ്ട്. വളരെ ചെലവ് കുറഞ്ഞ രീതിയിലും അതുപോലെ തന്നെ വളരെ എളുപ്പം വളർത്തിയെടുക്കാൻ പറ്റുന്നതുമാണ് വരാൽ കൃഷി. വരാൽ കൃഷി നമ്മൾ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ലാഭകരമാണ്. ഞാനിപ്പോൾ ചെയ്തതിൻ്റെ പടുതാക്കുളത്തിലാണ്. വെള്ളം നിറയ്ക്കുകയും ചെയ്യുക, അഴുക്ക് വെള്ളം അടിച്ച് കളയുകയും ചെയ്യുക. ഈ 2 പണികളേ ഉള്ളൂ കാര്യമായിട്ട്. മറ്റേത് ഓക്സിജൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല ഇവർക്ക്. അതേസമയം മറ്റു മത്സ്യങ്ങളാണ് വളർത്തുകയാണെങ്കിൽ നമുക്ക് ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കണം, മറ്റു കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം കറണ്ട് ബില്ല് നമുക്ക് കൂടുതലായിരിക്കും. നാച്ചുറൽ കുളത്തിൽ വളർത്താൻ കഴിയുന്നവർക്കാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ലാഭിക്കാൻ കഴിയും. തീറ്റയാണെങ്കിൽ കുറച്ച് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കുറേ തീറ്റകളും ഉണ്ടാവും, അതും കൂടി ഒരു ലാഭമാണ്. രവീന്ദ്രൻ ചേട്ടൻ പറയുന്ന ഈ നിസാര കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാമെങ്കിൽ നമുക്ക് നമ്മുടെ സ്ഥലത്ത് വളരെ സിമ്പിളായിട്ട് തന്നെ വിജയകരമായിട്ട് നമുക്കും ചെയ്യാം വരാൽ കൃഷി. മത്സ്യകൃഷി മേഖലയിലേക്ക് തിരിയുന്ന ആളുകളോട്, അതായത് പുതുതായി വരുന്ന സംരംഭകരോട് എനിക്ക് പറയാനുള്ളത്,
അധ്വാനിക്കാൻ തയ്യാറുള്ളവർക്ക് പറ്റിയ മേഖലയാണ് ഇത്. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്രകാരമുള്ള അളവിൽ കുഴി എടുപ്പിക്കുക. ഏകദേശം ഒരു 500-550 GSM ഉള്ള ഷീറ്റുകൾ ഇടാവും. അതായത് നല്ല ക്വാളിറ്റി ഉള്ള ഷീറ്റ്, അല്ലെങ്കിൽ നമുക്ക് അത് പൊട്ടിപ്പോയി എലി കടിക്കുന്ന പ്രശ്നങ്ങളെല്ലാം വരും. കുളമെല്ലാം റെഡിയാക്കി ഷീറ്റും വിരിച്ചതിന് ശേഷം നമുക്ക് വെള്ളത്തിൻ്റെ കാര്യങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. അതായത് അഴുക്ക് വെള്ളം എടുത്ത് കളയാനുള്ള ഒരു സൗകര്യം ആദ്യം ചെയ്യണം. അതുപോലെ വെള്ളം നിറച്ച് ഏകദേശം ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാൻ പാടുള്ളൂ. ഒറ്റയടിക്ക് നമ്മൾ മത്സ്യക്കുഞ്ഞുങ്ങളെ കുളത്തിലേക്ക് ഇറക്കി വിടാൻ പാടില്ല. ഒരു കുഞ്ഞ് വലക്കകത്ത് കുഞ്ഞുങ്ങളെ ആദ്യം കുളത്തിൽ ഇറക്കി വെക്കുക. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ആ വെള്ളമായിട്ട് താരതമ്യപ്പെട്ടതിന് ശേഷം പിന്നെ കുളത്തിനകത്തേക്ക് തുറന്നു വിടാൻ പാടുള്ളൂ. കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ വരാൽ കൃഷിയിൽ ഏകദേശം ഒരു 50-60% ജോലി കഴിഞ്ഞു. പിന്നെ നമ്മൾക്ക് pH നോക്കേണ്ട കാര്യമില്ല, അമോണിയ നോക്കേണ്ട കാര്യമില്ല. അതായത് വെള്ളം ശുദ്ധമായിരിക്കണം. അതായത് നമ്മൾ വെള്ളം ആഡ് ചെയ്യും വേണം, അഴുക്ക് അടിച്ച് കളയുകയും വേണം. കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫീഡിൻ്റെ കാര്യമാണ് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അത് ഫീഡ് അവർ വളർച്ചയ്ക്ക് അനുസരിച്ച്, അതായത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 0.5 കൊടുത്ത് പിന്നെ അങ്ങനെ ഓരോ മാസത്തിനനുസരിച്ച് 0.2, 2.5, 3, 4, 5 അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ നമ്മൾ ഫീഡ് വലുതാക്കിക്കൊണ്ടിരിക്കും. ഒരു 6 മാസം, 5, 6, 7 മാസത്തോടു കൂടി നമുക്ക് വിളവെടുപ്പ് പൂർണ്ണമാക്കി എടുക്കാൻ കഴിയും. അപ്പോഴേക്ക് ഒരു 1/2 കിലോയിന് മുകളിൽ 1 കിലോ വരെ എത്തുന്ന ഉണ്ട്. പക്ഷെ 1/2 കിലോയ്ക്ക് മുകളിൽ എന്തായാലും കിട്ടും നമുക്ക്. വരാൽ കൃഷിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ രവീന്ദ്രൻ ചേട്ടനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവിധ ഹെൽപ്പും രവീന്ദ്രൻ ചേട്ടൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. വരാൽ കൃഷിയിൽ ആരെങ്കിലും ഇറങ്ങാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ ഹെൽപ്പും നിങ്ങളെ കൂടെ നിന്ന് ചെയ്തു തരുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനിയും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.